തക്കല കഴിഞ്ഞ് നമ്മളിങ്ങനെ ജസ്റ്റ് നാഗർകോവിലാണ്, ഇനി വരുന്നത് നാഗർകോവിലാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് എൻ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ വലിയ മലനിരകൾ കാണാൻ പറ്റും. ഭയങ്കര രസമാണ്. അതായത് ഈ സമയത്തല്ല, മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള സീസണില്ലേ, അതായത് അപ്പോഴാണ് ഇത് ഫുള്ള് പച്ച നിറത്തിലാവുന്നത്. ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതായത് ദേവസഹായം പിള്ള എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ്റെ തീർത്ഥാടന കേന്ദ്രമാണിത്. ഇത് മുട്ടിടിച്ചാൻ പാറ എന്നാണ് ഇവിടെ ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. കന്യാകുമാരിയിലോട്ട് പോകുന്ന വഴിക്ക് നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇത് കാണപ്പെടുന്നത്. ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതിയാണ് ഇന്ത്യയുടെ തെക്കേയറ്റമായ ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ നാഗർകോവിലെത്തി. നാഗർകോവിൽ ഇവിടെ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ തിരുവനന്തപുരം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം എത്ര മണിക്കൂറായി? 1.5 മണിക്കൂർ അടുപ്പിച്ചാവാറായി. 1.5 മണിക്കൂർ ആയില്ല, കാര്യം നമ്മളവിടെ മസാല മേടിക്കാൻ കയറിയ കാരണം കുറേ സമയം പോയി. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? 47 കിലോമീറ്റർ ഓടി. അപ്പോൾ നമ്മൾ കുന്നത്തുകാലിൽ നിന്ന് ഇതുവരെ 47 കിലോമീറ്റർ ഓടിയപ്പോഴാണ് എവിടെ എത്തിയത്? നാഗർകോവിലെത്തിയത്. ഏകദേശം 1 മണിക്കൂറിന് മേലെടുത്തു. അപ്പോൾ നമ്മൾ നാഗർകോവിൽ കഴിഞ്ഞ് നാഗർകോവിലിൽ നിന്നും ഇനി അടുത്ത് തിരുനെൽവേലിയാണ്. തിരുനെൽവേലിക്ക് ഇവിടെ നിന്ന് 77 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ടാണ് മധുര വരുന്നത്. മധുര ഇവിടെ നിന്ന് 240 കിലോമീറ്റർ. ഇവിടെ നിന്നും നമ്മുടെ ബൈപ്പാസ് റോഡ് അല്ലെങ്കിൽ ടോൾ റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടോൾ, ഹൈവേ ടോൾ. ഇവിടെ ഇത്രയും തെങ്ങ് കാണുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് കേരളത്തിൽ കിഴക്കൻ തേങ്ങ എന്ന് പറഞ്ഞിട്ട് തേങ്ങ കൂടുതൽ വരുന്നത് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്രയും തെങ്ങുകളില്ല. ഇങ്ങോട്ട് നോക്കി, ഈ സൈഡൊക്കെ നോക്കി നോക്ക്, ഇതെന്താ? കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ തെങ്ങ് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ടാണ് ഈ കിഴക്കൻ തേങ്ങ. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇതിനും വേണ്ടി തേങ്ങ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ടോന്ന്. സംഭവം ശരിയാണ് കേട്ടാ. ഇവിടെ നിന്നുള്ള തേങ്ങയാണ് കൂടുതലും വരുന്നത്. നാഗർകോവിലിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് കന്യാകുമാരിക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിൻഡ് ഫാമിലേക്കാണ് നമ്മൾ പിന്നെ എത്തിച്ചേരുന്നത്. നാഗർകോവിലിനടുത്തുള്ള മുപ്പണ്ടൽ ആരൽവായ് മൊഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. 1500 മെഗാവാട്ട് വൈദ്യുതി ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കന്യാകുമാരിയിലോട്ട് പോകുന്നവർ ഈ സ്ഥലം വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നമ്മുടെ യാത്രയിലെ ഫസ്റ്റ് ടീ ബ്രേക്ക്, ചായയും ബണ്ണും. ജോപ്പിന് ഒരു ഉറക്കം കഴിഞ്ഞു. ജോപ്പിന് ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ണെത്താ ദൂരം നീണ്ടു കിടക്കുന്ന വിൻഡ് ഫാമും കണ്ട് ഹൈവേയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്.